തുടർച്ചയായ ആറാം ദിനവും നോട്ടിനായി ജനം നെട്ടോട്ടമോടുകയാണ്. ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ കനത്ത ക്യൂ ആണ് ഇന്നും കാണുന്നത്. അതേസമയം പഴയ നോട്ടുകൾ 10 ദിവസം കൂടി അവശ്യ സർവീസുകൾക്ക് ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സർക്കാർ ആശുപത്രികളിലും പെട്രോൾ പമ്പുകളിലും പഴയ നോട്ട് സ്വീകരിക്കും. വിശദാംശങ്ങൾ മനുശങ്കരൻ ദില്ലിയിൽ നിന്നും നൽകും. മനു, ജനം നെട്ടോട്ടം ഓടുന്ന ഘട്ടത്തിലാണോ കേന്ദ്ര സർക്കാർ 10 ദിവസം കൂടി ഇപ്പോൾ നീട്ടി നൽകുകയും കർശനമാക്കുകയും ചെയ്തിരിക്കുന്നത്? ആറാം ദിനത്തിലും ജനം നെട്ടോട്ടം ഓടുന്ന സാക്ഷ്യം എങ്ങനെ? പ്രജീഷ്, പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ 10 ദിവസം കൂടി നവംബർ 24-ാം തീയതി വരെ ഉപയോഗിക്കാം ആവശ്യ സാധനങ്ങൾക്ക് എന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ആശുപത്രികൾ, പെട്രോൾ പമ്പുകൾ, ഔഷധശാലകൾ എന്നിവിടങ്ങളിൽ പഴയ നോട്ടുകൾ സ്വീകരിക്കണമെന്നാണ് ധനമന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നലെ ധനമന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും യോഗം ദില്ലിയിൽ നടന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം തന്നെ ധനമന്ത്രാലയം അറിയിച്ചിരുന്നത് ചെക്കുകൾ ആശുപത്രികളിൽ നൽകി ചെക്ക് മുഖാന്തരം ആവശ്യ സർവീസുകൾക്ക് ഉപയോഗിക്കാം എന്നൊരു നിർദ്ദേശം ധനമന്ത്രാലയം നൽകിയിരുന്നു. ഈ ചെക്കുകൾ സ്വീകരിക്കാത്ത ആശുപത്രികൾക്കെതിരെ ജില്ലാ കളക്ടർമാർക്ക് നടപടി സ്വീകരിക്കാവുന്നതാണെന്നും ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. പ്രതിസന്ധി രൂക്ഷമായ മേഖലകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ചീഫ് സെക്രട്ടറിമാർ ധനമന്ത്രാലയത്തിന് നൽകണമെന്നും ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അവശ്യ സർവീസുകൾക്ക് പഴയ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന് ധനമന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആശുപത്രികൾ, പ്രമുഖ ആശുപത്രികളടക്കം ഈ പഴയ നോട്ടുകൾ സ്വീകരിക്കണമെന്ന കർശന നിർദ്ദേശവുമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്ന് ദില്ലിയിലടക്കം മറ്റു പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം ഗുരുനാനക് തീയതി ആയതിനാൽ ഇന്ന് ബാങ്കുകൾക്ക് അവധിയാണ്. പോസ്റ്റ് ഓഫീസുകൾ നേരത്തെ തന്നെ അടഞ്ഞു കിടക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബാങ്കുകൾ പ്രവർത്തിക്കുമെന്നാണ് ധനമന്ത്രാലയം അറിയിച്ചിരുന്നതെങ്കിലും ദില്ലിയിലടക്കം ബാങ്കുകൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. ATMകൾക്ക് മുന്നിലാകട്ടെ വലിയ ക്യൂ ആണ് ദൃശ്യമാകുന്നത്. ചില ATMകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. മറ്റു ഒട്ടുമിക്ക ATMകളിലും പണമില്ലാത്തതിനാൽ അടഞ്ഞു കിടക്കുന്ന സാഹചര്യവുമാണ്. ബാങ്കുകൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു, റിസർവ് ബാങ്ക് ആവശ്യത്തിന് നോട്ടുകൾ എത്തിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ATMകളിൽ പണം നിറയ്ക്കുന്നതിനും അഭാവം നേരിടുന്നു എന്നാണ് ബാങ്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പുതിയ 500 രൂപ നോട്ടുകൾ എത്രയും വേഗം ബാങ്കുകളിൽ എത്തിക്കുമെന്നാണ് ഇന്നലെ റിസർവ് ബാങ്ക് അറിയിച്ചിരുന്നത്. 50 ലക്ഷം പുതിയ 500 രൂപ നോട്ടുകൾ തയ്യാറായി കഴിഞ്ഞതാണ് റിസർവ് ബാങ്ക് ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലും വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ നോട്ടുകൾ ഇതുവരെയും ബാങ്കുകളിൽ എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. ഇതിനാലാണ് പ്രതിസന്ധി തുടരുകയും ചെയ്യുന്നത്. അതേസമയം ഈ നോട്ട് പിന്മാറ്റം സംബന്ധിച്ചുള്ള സർക്കാർ നീക്കത്തിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാനും പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് സ്പീക്കറുടെ അധ്യക്ഷതയിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിലും ഈ വിഷയം ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റന്നാൾ ആരംഭിക്കുന്ന ശീതകാല സമ്മേളനത്തിലും ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനും പ്രതിപക്ഷ കക്ഷികൾ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതേസമയം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം ധനകാര്യമന്ത്രി തോമസ് ഐസക് എന്നിവർ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ നിലവിൽ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ, കേന്ദ്ര സർക്കാർ കൃത്യമായ ആസൂത്രണമില്ലാതെ ഇത്തരത്തിലൊരു നീക്കം നടപ്പാക്കിയതിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ സഹിതം സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും അതോടൊപ്പം ധനകാര്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ ധരിപ്പിക്കുകയും ചെയ്യും. പ്രജീഷ്, മനുശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഷീജ, കേരളത്തിലെ ജനം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ആറാം ദിനവും ആവർത്തിക്കുകയാണ്. ഷീജ, എങ്ങനെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഇന്നും തിരക്ക് കാണുന്നുണ്ടോ? ATMകളുടെയൊക്കെ സ്ഥിതി, ബാങ്കിലെ അവസ്ഥ എല്ലാം വിശദീകരിക്കാം. ഷീജ. പ്രജീഷ്, ഇന്നും സംസ്ഥാനത്തും ഇതേപോലത്തെ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും വലിയ ക്യൂ തന്നെയാണ് ഇന്നും ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ കാണാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള SBI ബാങ്കിന്റെ മുന്നിലാണ്. ഇവിടെയും വലിയ ക്യൂ തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും ATMകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ATMകളിൽ പണം നിറയ്ക്കാത്തതിനെ തുടർന്ന് വലിയ പ്രതിസന്ധി തന്നെയാണ് ജനം നേരിടുന്നത്. ബാങ്കുകളിൽ 500 രൂപ നോട്ടിന്റെ പ്രതിസന്ധി അതും വലുതാണ്. പ്രത്യേകിച്ചും RBI ഇന്ന് ബാങ്കുകളിൽ എല്ലാം തന്നെ ഇത്തരത്തിൽ പണം നിറയ്ക്കാനുള്ള 500 രൂപ നോട്ടുകൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതുവരെയും കൃത്യമായി ഇത്തരത്തിൽ നോട്ടുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല. ഇത് വലിയ തോതിൽ പ്രതിസന്ധി ബാങ്കുകൾക്കും സൃഷ്ടിക്കുന്നുണ്ട്. പ്രധാനമായും ATMകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ATMൽ പണം 11 മണിയോടുകൂടി നിറയ്ക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെയും
ആ രീതിയിലുള്ള ഒരു നടപടിയും ATM-കളിൽ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അറിയാം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബാങ്കിന് സമീപത്തായി തന്നെയാണ് ഇതിൻ്റെ ATM-ഉം ഉള്ളത്. എന്നാൽ ATM-ൽ രാവിലെ മുതൽ തന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ATM-ൽ നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ATM-ൽ പണം നിറയ്ക്കാത്തതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും പണം നിറയ്ക്കുന്ന നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ATM-ൽ പണം ലഭ്യമാകും എന്നൊരു പ്രതീക്ഷയാണ് ഇവിടെ എത്തുന്നവർക്കുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ബാങ്കുകളിൽ എത്തുന്നവർക്ക് പ്രധാനമായും അവശ്യ സർവീസുകൾക്ക് ഇന്നുകൂടിയേ പണം സ്വീകരിക്കൂ എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു വലിയ തോതിൽ ആൾക്കാരെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ ബാങ്കുകളിൽ എത്തി തുടങ്ങിയത്. എന്നാൽ അതിൻ്റെ സമയപരിധി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരാശ്വാസം ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ പോലും 500 രൂപ നോട്ടിൻ്റെ പുതിയ 500 രൂപ നോട്ടിൻ്റെ ദൗർലഭ്യം വലിയ തോതിൽ തന്നെ ബാങ്കുകളെ അലട്ടുന്നുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ ലോട്ടറികളുടെ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരുന്നു ഈ ഇത്തരത്തിലുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന്. എന്നാൽ അതിന്ന് പുനരാരംഭിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിൻ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇന്ന് തന്നെ നടക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മറ്റു തരത്തിൽ ബാങ്കുകളിൽ എത്തുന്നവർക്ക് ആവശ്യത്തിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വേഗത്തിൽ ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പല ബാങ്കുകളും സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ATM-കളിൽ പണമില്ലാതെ വരുന്നത് വലിയ തോതിലാണ് ജനങ്ങൾക്ക് പ്രതിസന്ധി ആയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും ഇവിടെ ഒരു ദിവസം ആദ്യമായി ഈ ബാങ്കിൽ എത്തുന്നവരല്ല. ഇവരിൽ പലരും മിക്ക ദിവസങ്ങളിലും ഇത്തരത്തിൽ രാവിലെ എത്തി വൈകിട്ട് വരെ നിന്നതിന് ശേഷവും മടങ്ങിപ്പോകുന്നു. ഇത്തരത്തിൽ അത്ര വലിയ പ്രതിസന്ധിയെ തുടർന്ന് വീണ്ടും വീണ്ടും എത്തുന്നവരാണ് ഈ കൂട്ടത്തിൽ തന്നെ പലരും ഉള്ളത്. ഏതായാലും ജനങ്ങളുടെ പ്രതിസന്ധിക്ക് ഏതായാലും ഒരു കുറവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് 6ാം ദിനത്തിലും ഈ വലിയ ക്യൂ നമ്മൾക്ക് ദൃശ്യമാകുന്നതിലൂടെ വ്യക്തമാകുന്നത്. പ്രജീഷ്, കൂടുതൽ ആളുകളും ഷീജ ഓഫീസുകളിലൊക്കെ തന്നെ പോകേണ്ട ആളുകൾ ഇന്ന് പണത്തിന് വേണ്ടി ATM-കളിലേക്ക് സമയം ചെലവഴിക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? അവിടെ നിൽക്കുന്ന ആളുകൾ എന്തൊക്കെ ഒരുപക്ഷെ അടിയന്തിരമായി പണം സ്വീകരിച്ച് പല ആശുപത്രി ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, വിവാഹ സംബന്ധമായ ആവശ്യം, ഇതൊക്കെ അവരുടെയൊക്കെ തന്നെ ഒരുപക്ഷെ പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ്? എത്ര നേരം കൊണ്ട് അവിടെ കാത്തു നിൽക്കുന്നു ആളുകൾ? പ്രജീഷ്, ഞാൻ നേരത്തെ നമ്മൾ രാവിലെ മുതൽ തന്നെ ഇവരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. ഇതിൽ രാവിലെ നമ്മൾ പ്രധാനമായും നമുക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്നുള്ളത് കുറേ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇന്ന് ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതിയായിരുന്നു. ആ സാഹചര്യത്തിൽ അവർ ഇവിടെ എത്തിയതായിരുന്നു. എന്നാൽ ബാങ്കിന്റെ പ്രവൃത്തി സമയം ഇന്ന് 10 മുതലേ ആരംഭിക്കൂ എന്ന് അറിയിച്ചതിനെ തുടർന്ന് ATM-ലും പണമില്ലാത്തതിനെ തുടർന്ന് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ആ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. മറ്റു ചിലരാകട്ടെ അവരുടെ വീട് പണി നടക്കുന്ന ആവശ്യം, അതോടൊപ്പം തന്നെ വിവാഹ ആവശ്യം, അത്തരത്തിൽ പല ആവശ്യങ്ങളുമായി എത്തുന്നവരാണ് ഇവിടെ ഉള്ളതിൽ അധികവും. ഇവിടെ ഈ ക്യൂവിൽ നിൽക്കുന്നതിൽ അധികം പേരും ഉള്ളത്. ഏതായാലും ഇത്തരത്തിൽ പല പല ആവശ്യങ്ങളുമായി എത്തുന്നവർ കയ്യിലുള്ള പണം ഏതെങ്കിലും രീതിയിൽ ഇത് മാറിയെടുത്താലേ മാർഗമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇതല്ലാതെ മറ്റൊരു നടപടിയും ഇല്ല. ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ ഓഫീസിൽ നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസം ബാങ്ക് അവധി ദിവസമായിരുന്നു. എന്നാൽ അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ RBI നിർദ്ദേശം നൽകിയതും അതേ തുടർന്ന് ബാങ്കുകൾ പ്രവർത്തിച്ചതും. ഇന്നിപ്പോൾ ഏതായാലും പക്ഷേ പ്രവൃത്തി ദിവസമാണ്. അതുകൊണ്ട് തന്നെ മിക്കവർക്കും ഓഫീസുകളിൽ പോകേണ്ടവർ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ തുടങ്ങിയ എല്ലാവരും ഈ ക്യൂവിൽ ഉണ്ട്. ഏതായാലും മറ്റു തരത്തിലുള്ള സഹായങ്ങൾ ഇവിടെ എത്തുന്നവർക്ക് നോട്ടീസുകൾ, അവർക്ക് ഫില്ല് ചെയ്യേണ്ട ഫോമുകൾ ഇവിടെ നിന്ന് തന്നെ വേഗം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള സഹായങ്ങൾ ഇവിടെ ബാങ്കുകൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ ഉള്ള സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പോലും പുറത്തു നിന്നും ഈ ക്യൂ അകത്തേക്ക് കടക്കുമ്പോൾ അകത്ത് പിന്നീട് ടോക്കൺ എടുത്താണ് അവർക്ക് പണമിടപാടുകൾ നടത്തേണ്ടത്. അതിനും കാലതാമസം എടുക്കുന്നുണ്ട്. ഏതായാലും ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് ഇതുവരെയും ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. പ്രജീഷ്, ഷീജയാണ് കേരളത്തിന്റെ പ്രതിസന്ധി പറഞ്ഞു തന്നത്. ഒരുപക്ഷെ ആമി, ഇതാണ് കേരളത്തിന്റെ കൊച്ചു ലോകത്ത് നിന്നും കാണുമ്പോഴൊക്കെയുള്ള വലിയൊരു പ്രതിസന്ധി. ഇതാണ് കേരളത്തിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദില്ലിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദില്ലിയിൽ മനുശങ്കരൻ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം കുട്ടി വർത്തമാനത്തിലേക്കൊക്കെ മടങ്ങിയെത്താം. മനു, എന്താണിപ്പോൾ ദില്ലി കാണുന്നത്? അവിടെ കേന്ദ്ര സർക്കാർ ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ നോക്കിക്കാണുന്നു? അരുൺ ജെയ്റ്റ്ലി, മോദി അടക്കം ഉള്ള കേന്ദ്രങ്ങളിൽ നിന്നും, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്താണൊരു ഇടപെടൽ എന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നതോ കുറച്ചുകൂടി ക്ഷമിക്കുക എന്ന പഴയ രീതി അരുൺ ജെയ്റ്റ്ലി ആവർത്തിക്കുന്നത് പോലെ ഉണ്ടാകും
അതുതന്നെയാണോ പറയേണ്ടത്? റിസർവ് ബാങ്ക് അടക്കം എടുക്കുന്ന നടപടികൾ, കാരണം ഇന്ന് 500 രൂപ നോട്ട് ഇന്ന് എത്തുമെന്ന് പറഞ്ഞിരുന്നു, അത് പാഴ്വാക്കായിരിക്കുന്നു, എങ്ങുമേ എത്തിയിട്ടില്ല. എന്താണ് ഒരു ചടുലമായ ഒരു നടപടിയിലേക്ക് റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും ഒക്കെ പോകാനുള്ള ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ തുടരുന്ന ആ നിലപാടിൽ തന്നെ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്നും വ്യക്തമാകുന്നത്. ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നതും ഡിസംബർ 30 പ്രശ്നങ്ങൾക്കെല്ലാം പൂർണ്ണ പരിഹാരമുണ്ടാകും, അതുവരെ ജനങ്ങൾ ക്ഷമിക്കുക എന്ന നിലപാടായിരുന്നു തുടർന്നു വന്നിരുന്നത്. അതേ നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇന്നും തുടരുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതുവരെയും കൃത്യമായ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരവോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം രാത്രി വൈകിയും ചേർന്നിരുന്നു. ഈ യോഗത്തിൽ റിസർവ് ബാങ്ക് അറിയിച്ചതും ഈ പുതിയ 500 രൂപ നോട്ടുകൾ മാർക്കറ്റുകളിലേക്ക് എത്താത്തിടത്തോളം കാലം ഈ പ്രതിസന്ധി പരിഹരിക്കാനാകുന്നതല്ല, ചില്ലറക്ഷാമം അതിരൂക്ഷമാണെന്ന് ബാങ്കുകളും വ്യാപാര പ്രതിനിധികളും അറിയിച്ചിട്ടുള്ളതാണ്. അതിനാൽ തന്നെ പുതിയ 500 രൂപ നോട്ടുകൾ, അതോടൊപ്പം 1000 രൂപ നോട്ടുകൾ വിപണിയിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ഈ പുതിയ 1000 രൂപ നോട്ടുകൾ അടുത്ത മാസം ആദ്യത്തോടു കൂടി മാത്രമേ എത്തിക്കാനാകൂ എന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുള്ളത്. പുതിയ 500 രൂപ നോട്ടുകൾ 50 ലക്ഷം പുതിയ 500 രൂപ നോട്ടുകൾ നിലവിൽ ഇപ്പോൾ ലഭ്യമായി കഴിഞ്ഞു എന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുവരെ ഈ പുതിയ 500 രൂപ നോട്ടുകൾ എത്തിച്ചിട്ടുള്ളത് ദില്ലിയിലെ SBIയുടെ പ്രമുഖ ശാഖയിൽ മാത്രമാണ്. മറ്റൊരു ബാങ്കുകളിലേക്കും ഈ പുതിയ 500 രൂപ നോട്ടുകൾ ഇതുവരെ എത്തിക്കാൻ റിസർവ് ബാങ്കിന് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെയാണ് പ്രതിസന്ധി തുടരുകയും ചെയ്യുന്നത്. ജനങ്ങൾ പൊടുന്നനെ ഇപ്പോൾ ബാങ്കുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഡിസംബർ 31 വരെ സമയമുണ്ടല്ലോ, ആ സമയം വരെ ജനങ്ങൾ ക്ഷമിക്കൂ എന്ന നിലപാടാണ് ധനകാര്യ മന്ത്രാലയത്തിനുള്ളത്. ഇന്ന് എക്കോണമിക് അഫയേഴ്സ് സെക്രട്ടറിമാരുടെ യോഗം ദില്ലിയിൽ നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ സാങ്കേതികമായുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയിൽ ഉയരുമെന്നാണ് അറിയുന്നത്. ATMകളിൽ 2000 രൂപയുടെയും അതോടൊപ്പം പുതിയ 500 രൂപയുടെയും നോട്ടുകൾ വന്നാൽ അതും നിറയ്ക്കുന്നതിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇന്നത്തെ ഈ എക്കോണമിക് അഫയേഴ്സ് സെക്രട്ടറിമാരുടെ ചർച്ചയിൽ ഉയരുമെന്നാണ് അറിയുന്നത്. പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനാൽ എത്രയും വേഗം ഒരു പ്രശ്നപരിഹാരം എന്ന നീക്കത്തിലേക്ക് സർക്കാരും നീങ്ങിയേക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ ഇതിനുള്ള അടിയന്തര നടപടികളൊന്നും ഇതുവരെ സർക്കാർ ശുപാർശ ചെയ്തിട്ടില്ല. ശരി മനു, തുടരുക. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുന്നു. പഴയ 500, 1000 നോട്ടുകൾ മാറ്റി നൽകാൻ സഹകരണ ബാങ്കുകളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ സംഘങ്ങൾ ഹൈക്കോടതിയിൽ. റിസർവ് ബാങ്കിന്റെ വ്യവസ്ഥ വിവേചനപരമെന്ന് സഹകരണ സംഘത്തിന്റെ നിക്ഷേപങ്ങൾ മടക്കി നൽകാൻ കഴിയുന്നില്ലെന്ന് ഹർജിയിൽ പറയുന്നു. വിശദാംശങ്ങൾ സാലി മുഹമ്മദ് നൽകും. സാലി, എന്താണ് പുതിയ സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളുടെ ആവശ്യം? എങ്ങനെ, ഏത് രീതിയിലാണ് ഹൈക്കോടതിയിലേക്ക് ഹർജി രൂപേണ എത്തുന്നത്? പ്രതീക്ഷ, നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബാങ്കിംഗ് മേഖലയിൽ വലിയൊരു പങ്ക് നിർവഹിക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങളും ജില്ലാ സഹകരണ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൊണ്ടുവന്ന ഈ കറൻസി പരിഷ്കരണത്തിൽ പഴയ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ മാറ്റി നൽകാനുള്ള അധികാരം ഈ സംഘങ്ങൾക്ക്, ഈ ബാങ്കിംഗ് നടത്തുന്ന ഈ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നില്ല. അത് വലിയ പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിച്ചു. സ്വാഭാവികമായും ഈ സഹകരണ ബാങ്കുകൾക്കും കൂടി ഇതിനുള്ള അധികാരം നൽകണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് ചെവി കൊടുക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ കേന്ദ്ര ധനമന്ത്രാലയമോ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ച് സഹകരണ സംഘങ്ങൾ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് കല്ലേറ്റിങ്കര സർവീസ് സഹകരണ ബാങ്ക് ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ആവശ്യം ഇതാണ്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ നടപടി തങ്ങളെപ്പോലുള്ള സഹകരണ സംഘങ്ങളെ ഈ ഇടപാടിൽ നിന്ന് ഒഴിവാക്കിയ നടപടി വിവേചനപരമാണ് എന്നും ആക്ഷേപിക്കുന്നുണ്ട്. മാത്രമല്ല ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം അതിൻ്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളും. സ്വാഭാവികമായും ഈ സംഘങ്ങൾക്കും കൂടി ഇത്തരത്തിൽ 500ൻ്റെയും 1000ൻ്റെയും നോട്ടുകൾ മാറ്റി കൊടുക്കാനുള്ള അധികാരം നൽകിയാൽ കേരളം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിക്ക് പരിഹാരമാകും എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഈ സഹകരണ സംഘങ്ങളിലുണ്ട്. ഒരുപക്ഷെ ദേശസൽകൃത ബാങ്കുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നിക്ഷേപം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ സഹകരണ മേഖലയാണെന്ന് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി മൂലം ഈ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് നിക്ഷേപകർ പ്രതിസന്ധിയിലായിരിക്കുന്നു. അവർക്ക് ATM കാർഡുകളോ ഡെബിറ്റ് കാർഡുകളോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് തങ്ങളുടെ നിക്ഷേപങ്ങൾ മടക്കി വാങ്ങാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പാവപ്പെട്ടവരും സാധാരണക്കാരനുമായ ജനങ്ങൾ. ഈ സാഹചര്യത്തിൽ റിസർവ് ബാങ്കിന് നിർദ്ദേശം നൽകണം, ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടണം.
500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ മാറ്റി നൽകാനുള്ള അധികാരം സഹകരണ സംഘങ്ങൾക്ക് കൂടി നൽകാനുള്ള തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഈ ബാങ്ക് സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിലെ ആവശ്യം. എങ്ങനെയാണ് സാലി, കാരണം കൊച്ചിയിലടക്കം ഇന്നിപ്പോൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? കൊച്ചിയിലൊക്കെ ബിസിനസ് മേഖല എങ്ങനെ നിർമ്മാണമടക്കം നടക്കുന്ന സാഹചര്യമുണ്ട്. അവിടേക്ക് ഒരു സ്തംഭനാവസ്ഥ, ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? കൊച്ചി റീജിയൻ ഒരു പക്ഷേ എങ്ങനെ നോക്കിക്കാണാം? പ്രജേഷ്, അങ്ങേയറ്റത്തെ പ്രതിസന്ധി ഈ ദിവസങ്ങളിലും തുടരുകയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധി അങ്ങേയറ്റം ഇന്നും തുടരുന്നു എന്ന് തന്നെ പറയാം. ബാങ്കുകളിലൊക്കെ നീണ്ട നിരയുണ്ട്. ഇന്നലെ കുറെ ആളുകൾക്കെങ്കിലും കുറച്ച് നോട്ടുകളൊക്കെ മാറിയെടുക്കാൻ സാധിച്ചെങ്കിലും വ്യാപാര വ്യവസായ മേഖല വലിയ സ്തംഭനാവസ്ഥയിലാണ്. വിശേഷിച്ചും കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ പരിഷ്കാരം സൃഷ്ടിച്ച പൊല്ലാപ്പ് ചില്ലറയല്ല. കൊച്ചിക്ക് പുറത്തേക്ക് മധ്യ കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്ക് പോയാൽ ടൂറിസം പ്രധാന വരുമാന മാർഗമായ ആലപ്പുഴയിലും ഇടുക്കിയിലും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഇടുക്കിയിലെ തോട്ടം മേഖല വലിയ പ്രതിസന്ധിയിലാണ്. നമുക്കറിയാം, കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം റബ്ബർ മേഖല നിലവിൽ തന്നെ പ്രതിസന്ധി നേരിടുന്ന റബ്ബർ മേഖലയിൽ ഈ പരിഷ്കാരം കൂടി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. നിർമ്മാണ മേഖലയിൽ ഈ തൊഴിലാളികൾക്ക് ദൈനംദിനം കൂലി നൽകേണ്ട, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കൂലി നൽകേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ഈ വലിയ നോട്ടുകളും അല്ലെങ്കിൽ നിരോധിച്ച നോട്ടുകളും ഒക്കെയായി കൂലിയായി നൽകേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ കരാറുകാർ. ഒരു പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അതുമൂലം ഏറ്റവും അധികം വളഞ്ഞിരിക്കുന്നത്. ഇന്നലെയൊക്കെ നമുക്ക് ഈ ബാങ്കുകളിലൊക്കെ പണം എടുക്കാൻ വന്നവരിൽ വലിയൊരു പങ്ക് ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. നാട്ടിലേക്ക് പണം അയക്കാനും ഒക്കെ അവർ വലിയ പ്രതിസന്ധി നേരിടുന്നു. സ്വാഭാവികമായും മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്ന പോലെ തന്നെ വലിയ പ്രതിസന്ധി, അങ്ങേയറ്റത്തെ പ്രതിസന്ധി ഈ പരിഷ്കാരം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്രതിസന്ധി 6ാം ദിവസവും തുടരുക തന്നെയാണ്. യെസ്, എന്തായാലും കൊച്ചിയിലെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സമീർ നമുക്ക് വിശദാംശങ്ങൾ നൽകും. സമീറിലേക്ക് എത്തും മുൻപ് മനു, ദില്ലിയിലെ, ഇതാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ, കേരളത്തിലെ മാത്രം ഒരു വലിയ ഒരു പല മേഖലകളിലായി വരുന്ന ബുദ്ധിമുട്ടുകളും പോരായ്മകളുമാണ് നമ്മൾ കേൾക്കുന്നത്. ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ബിസിനസ് കേന്ദ്രങ്ങളുണ്ട്. താഴേ തട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിതം തള്ളി നീക്കുന്ന നിരവധി പേർ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും കേന്ദ്രത്തിന്റെ നിലപാട് ഉറ്റുനോക്കുകയാണ് ഇത്രയും ദിവസവും. കാരണം 1 മാസത്തോളം ക്ഷമിക്കണമെന്ന് അരുൺ ജെയ്റ്റ്ലി പറയുമ്പോഴും 6 ദിവസമാകുമ്പോഴേക്കും ജനം തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് ഉള്ളത്. രാജ്യതലസ്ഥാനത്ത് ഉൾപ്പെടെ ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്? തികഞ്ഞും ഒരു അരക്ഷിതാവസ്ഥ കാണാൻ തന്നെ കഴിയുമോ മനു? ദില്ലിയിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കേണ്ടി വരും. കാരണം ഇന്ന് ഗുരുനാനക് ജയന്തി ആയതിനാൽ ഈ പോസ്റ്റ് ഓഫീസുകൾ അവധിയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ ബാങ്കുകൾ ദില്ലിയിലൊക്കെ പ്രവർത്തിക്കുമെന്നാണ് ഇന്നലെയും ധനമന്ത്രാലയം ഉന്നതതല യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പ്രമുഖ ബാങ്കുകളടക്കം സ്വകാര്യ ബാങ്കുകളെല്ലാം പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെ തുടർന്ന് പണമില്ലാത്തൊരു അവസ്ഥയിലാണ് ജനങ്ങൾ ഉള്ളത്. ചില ATMകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഭൂരിഭാഗം ATMകളും നിശ്ചലമാണ്. ഇതിനെ തുടർന്ന് ഈ തുറന്നു വച്ചിട്ടുള്ള ATMകൾക്ക് മുന്നിൽ പുലർച്ചെ മുതൽ വലിയ ക്യൂ ആണ് ദൃശ്യമായിരുന്നത്. എന്നാൽ ATMകളിൽ പൊടുന്നതിനെ തന്നെ പണം തീർന്നു പോകുന്ന ഒരു അവസ്ഥയുമാണുള്ളത്. പിന്നീട് ഈ ഏജൻസികൾ മുഖാന്തരം പണം നിറയ്ക്കുന്ന ATMകൾ മാത്രമേ പിന്നീട് ഈ മണിക്കൂറുകളിലൊക്കെ പ്രവർത്തിക്കുന്നുള്ളൂ. മറ്റ് ബാങ്കുകൾ നേരിട്ടെത്തി പണം നിറയ്ക്കുന്ന ATMകൾ എല്ലാം പ്രവർത്തനക്ഷമമായ അവസ്ഥയാണ്. ഇതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും, പ്രത്യേകിച്ച് ആശുപത്രി അതുപോലുള്ള ആവശ്യങ്ങൾക്ക് പോലും പണം കിട്ടാത്ത അവസ്ഥയിലാണ് ജനങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് UP, ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും ദില്ലിയിലെത്തി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരിൽ പലവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ പോലും ഇല്ലാത്തവരാണ്. ഇവർ കയ്യിൽ തന്നെ പണം സൂക്ഷിക്കുന്നവരുമാണ്. അതിനാൽ തന്നെ ഈ പഴയ നോട്ടുകൾ മാറിയെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. ഇന്നലെ പുലർച്ചെ മുതൽ ആളുകൾ ഈ ക്യൂവിൽ നിന്നിരുന്നുവെങ്കിലും ബാങ്കുകൾ തങ്ങളുടെ പക്ഷമുള്ള നോട്ടുകൾ തീർന്നുപോയി എന്ന് കൈമലർത്തുകയും പിന്നീട് ഇവർക്ക് ഈ പണം ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. ധനമന്ത്രാലയം ഇതിനെ തുടർന്നാണ് പുതിയ ഉത്തരവ് ഇന്നലെ പുറത്തിറക്കുകയും ചെയ്തത്. എങ്കിലും ഈ പഴയ നോട്ടുകൾ സ്വീകരിക്കാൻ ആശുപത്രികളും അതോടൊപ്പം ഔഷധശാലകളും ഒക്കെ മടി കാണിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജില്ലാ കളക്ടർമാർ ഇത്തരത്തിൽ ഈ പഴയ നോട്ടുകൾ ആശുപത്രികൾ അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ നടപടി സ്വീകരിക്കാമെന്നാണ് ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇതൊന്നും പ്രയോജനം ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും വസ്തുത. ഈ പഴയ നോട്ടുകൾ ഒരു ആശുപത്രിയിലും സ്വീകരിക്കാത്തൊരവസ്ഥയാണ് ദില്ലിയിലടക്കമുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ
ദയനീയമായ അവസ്ഥയാണുള്ളത്. ജനങ്ങൾ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഓരോ നിമിഷവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രജീഷ്, മനുവാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആമി, ഇന്ന് ശിശുദിനമാണെങ്കിൽ കൂടിയും കുട്ടികൾക്ക് പോലും ഒരുപക്ഷെ പ്രയാസം തോന്നുന്ന തരത്തിൽ മാതാപിതാക്കളടക്കം റോഡിലേക്ക് എന്തിനു വേണ്ടി പൈസയ്ക്ക് വേണ്ടി പോകേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. കുട്ടി വർത്തമാനത്തിലേക്ക് ഏവരും ആമിയുടെ വാർത്താവതരണം കാത്തിരിക്കുകയാണ്. ഇടവേളയിലേക്ക് നമുക്ക് പോയ ശേഷം മടങ്ങിയെത്താം. തുടർച്ചയായ 6ാം ദിനവും രാജ്യം സ്തംഭിക്കുന്നു. പണമില്ലാതെ ജനം നെട്ടോട്ട മോടുന്ന കാഴ്ചയാണ് കണ്ടത്. വിവിധ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഉണ്ട്. ഓരോ മേഖലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകും. ഇപ്പോൾ നമ്മോടൊപ്പം കൊച്ചു കൂട്ടുകാരി ആമി ചേരുകയാണ്. ആമിയുടെ വാർത്താവതരണ രീതി അല്ലെങ്കിൽ വാർത്ത ആമിയിലൂടെ കേൾക്കാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ആമിയിലേക്ക്. കേന്ദ്ര സർക്കാർ 500,000 നോട്ടുകൾ പിൻവലിച്ചതോടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾ വരെ മുടങ്ങുന്ന സ്ഥിതിവിശേഷം ഉള്ളതായി പെൺകുട്ടികളുടെ മാതാപിതാക്കൾ. വിവാഹം ആവശ്യങ്ങൾക്കായി പണം ബാങ്കിൽ നിക്ഷേപിച്ചവർക്കാണ് ഈ ദുർഗതി. വിവാഹ ദിവസം അടുത്തതോടെ പണമില്ലാതായ മാതാപിതാക്കളുടെ ആത്മഹത്യയുടെ വക്കിലാണ്. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ 500,000 നോട്ടുകൾ പിൻവലിച്ചതോടെ നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്. സ്വന്തമായി സമ്പാദിച്ചതും കിടപ്പാടം വിറ്റുമൊക്കെ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നവരാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നടപടി മൂലം ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്നത്. വിവാഹം നിശ്ചയിച്ച ശേഷമാണ് നോട്ടുകൾ നിർത്തലാക്കിയ വാർത്തകൾ പുറത്തുവരുന്നത്. ഇതേ തുടർന്ന് ബ്രാഞ്ച് മാനേജരെ സമീപിച്ചുവെങ്കിലും നിയമപ്രകാരമുള്ള പണമേ നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് മാനേജറുടെ അഭിപ്രായമെന്ന് മാതാപിതാക്കൾ പറയുന്നു. സന്തോഷ് കുമാർ, പുന്നപ്ര. ഈ മാസം 27 ഞായറാഴ്ച എൻ്റെ മകളുടെ വിവാഹമാണ്. വിവാഹ ആവശ്യത്തിന് വേണ്ടി എൻ്റെ കിടപ്പാടത്തിൻ്റെ 10 സെൻറ്റ് ഞാൻ വിറ്റിട്ടുണ്ട്. കിടപ്പാടത്തിനോട് ചേർന്ന് 10 സെൻറ്റ്. ആ വാങ്ങിയ ആൾക്ക് എനിക്ക് പണം തരുവാനുള്ള സൗകര്യം ഇപ്പോഴില്ല. എനിക്ക് എൻ്റെ നിക്ഷേപമായിട്ടൊരു 5 ലക്ഷം രൂപയോളം 2 ബാങ്കുകളായിട്ട് കിടപ്പുണ്ട്. അതും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ കഷ്ടപ്പെടുകയാണ്. ഈ മോളുടെ വിവാഹത്തിന് എങ്ങനെ ഇത് നടത്തി കൊടുക്കും, അല്ലെ ഞായറാഴ്ച എങ്ങനെ നടത്തി എല്ലാവരും ക്ഷണിച്ചതാണ് നടത്തി കൊടുക്കുന്നത് ഞാൻ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ സൂക്ഷിച്ച പണവും മറ്റും ലഭിക്കാത്തത് മൂലം സ്വർണവും വസ്ത്രവും അടക്കം പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിനുള്ള യാതൊരുവിധ സാധനങ്ങളും എടുക്കാൻ കഴിയുന്നില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു. അടുത്ത ആഴ്ച മകളുടെ വിവാഹം എങ്ങനെ നടത്തുമെന്ന ആശങ്കയിലാണ് മാതാപിതാക്കൾ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇപ്പോൾ കേന്ദ്ര ധനവകുപ്പ് സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയം. Subject to a maximum of 20,000 rupees per week, we found that the same person had to visit the bank branch twice. It was inconvenient for the public. It was also unnecessarily increasing the accumulation of people, the crowd at the bank branches. So both for public convenience, convenience of the customers, and also to reduce the crowd and the congregation of people near the bank branches, it has been decided, as you would know, to remove the 10,000 limit per day and to have only a weekly limit, which is enhanced now to rupees 24,000. Sorry, 24,000. I'm sorry, 24,000 rupees. And so therefore a customer can visit the bank just once a week and draw 24,000 rupees. The exchange of cash, old high denomination currency, over the counter has also been, the facility has been enhanced from the current limit of 4,000 rupees to 4,500 rupees. This has been done mainly to ensure that people are able to get currency notes of smaller denominations also. And when 4,500 rupees are dispensed, it is the expectation that roughly 4,000 would be in 2,000 rupees notes and the remaining would be in smaller denomination currencies. As you know, the 500 rupee notes have also been now infused into the system, and the distribution of 500 rupee notes against cash or from bank accounts has started yesterday. The ATM limits similarly have also been increased to 2,500, but let me mention very clearly, 2,500 limit will apply only calibrated ATMs. In other words, ATMs which have been recalibrated to dispense higher denomination notes of 500 rupees and 2,000 rupees. Only in those cases, the limit has been enhanced to 2,500. With regard to current accounts, government got a lot of representations from small businesses, from small business entities, that they were finding it difficult to disburse the daily wages or the weekly wages
to the workers, to their workers, and also they were finding it difficult to make sundry payments. Considering the fact that we are comfortable with regard to the availability of cash, it has also been decided to increase the limit in respect of business entities having current accounts and such current accounts which are operational for at least 3 months. For the past 3 months, for them, the limit has been increased to rupees 50,000 per week. This will enable them to disburse wages to their workers and also to carry out the sundry transactions. Again, to strengthen the supply of cash through the banking system, the district central cooperative banks also will receive cash to facilitate withdrawal from the accounts held by customers in the district central cooperative banks. The next network is through the e-payment mechanism. I have mentioned about ATM, but specifically through the e-payment mechanism, it has been decided that government departments and central public sector undertakings would be advised to maximize their payments through the e-payment mechanisms, and the government departments and central public sector undertakings are being advised to carry out all their transactions through e-payment mechanism and only to resort to cash drawal from banks and cash disbursement in totally unavoidable or very, very exceptional cases. So that will also reduce the pressure on the banks, reduce the pressure on the cash disbursement to the public. With regard to the National Payment Corporation of India, the Reserve Bank has already advised the National Payment Corporation of India to waive its transaction charges in respect of various transactions which are settled by through the what they call the National Financial Switch system, to waive the transaction charges. In other words, it will be less costly now for all transactions done through which are settled by the National Payment Corporation of India. Similarly, the banks are also being advised to waive their charges in respect of the കേന്ദ്ര ധനവകുപ്പ് സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനമാണ് കണ്ടത്. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ദില്ലിയിൽ മുഖ്യമന്ത്രി എത്തി. 11:45 കൂടിക്കാഴ്ച. നോട്ട് പ്രതിസന്ധിയിൽ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും പങ്കെടുക്കും. വിശദാംശങ്ങളുമായി എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, കേരളത്തിലെ ബുദ്ധിമുട്ടുകൾ ധനമന്ത്രിയെ അറിയിക്കുക, ഇതാണോ കൂടിക്കാഴ്ചയിലെ പ്രധാന അജണ്ട? മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? എപ്പോഴാണ് കൂടിക്കാഴ്ച നടക്കുക? മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക്കും ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയത്തിൽ എത്തിയിട്ടുണ്ട്. അരുൺ ജെയ്റ്റ്ലിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രധാനമായും ഈ നോട്ട് പ്രതിസന്ധിയിൽ സംസ്ഥാനത്തിനുള്ള ചില ആശങ്കകൾ കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ കൂടിക്കാഴ്ച. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് നിർമ്മാണ മേഖലയും മത്സ്യമേഖലയും ഉൾപ്പെടെയുള്ള മേഖലകൾ, അതോടൊപ്പം തന്നെ തോട്ട മേഖലയിൽ കൂലി നൽകാനാവാത്ത സ്ഥിതിവിശേഷം, സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധി, ഇത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചില ഇളവുകൾ ആവശ്യപ്പെടുകയും ചെയ്യും എന്നാണ് സൂചന. പ്രത്യേകിച്ചും സർക്കാർ സേവനങ്ങളിൽ, സർക്കാർ സംവിധാനങ്ങളിലും, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്ന മേഖലകൾ എല്ലാം തന്നെയും പഴയ നോട്ടുകൾ സ്വീകരിക്കാനുള്ള കാലാവധി ഡിസംബർ 30 വരെ നീട്ടി നൽകണം എന്നുള്ള ഒരു ആവശ്യം ധനമന്ത്രിയുടെ മുന്നോട്ട് വെക്കും. അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായ മറ്റു ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക്കും ചില നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഏതായാലും കൂടിക്കാഴ്ച ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സന്തോഷ്, കേരളത്തിന്റെ വിഷയങ്ങൾ പ്രധാനമായും ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുമ്പോൾ സന്തോഷ്, ഏത് രീതിയിലായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ആ നിലപാട് കേൾക്കുക? കാരണം ദേശീയ തലത്തിലെടുത്തൊരു നയപരമായ ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കുക ധനമന്ത്രി അടക്കം? പ്രജീഷ്, പ്രത്യേകിച്ച് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ചില വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കൂടിക്കാഴ്ചയ്ക്ക് സമയവും അനുവദിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ ആശങ്കകൾ ഇന്ന് ധനമന്ത്രി കേൾക്കും. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അടിയന്തരമായി ഉണ്ടാകാനുള്ള ഇടയില്ല. പ്രജീഷ്.
യെസ് സന്തോഷ്, മടങ്ങിയെത്താം. ധനവകുപ്പ് സെക്രട്ടറി ഇപ്പോൾ ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് Today, chaired by the Honorable Prime Minister, that enough cash is available in the system and there is absolutely no reason for the public to feel any kind of panic. And in the days to come by, the supply of cash through various networks, through various channels, as I have explained, will be improved, and I think the situation will ease out in the coming days. Again, I would like to reiterate that enough cash is available with the Reserve Bank of India and with the entire system, and there is absolutely no reason for members of the public to feel any kind of panic. Thank you. One by one, please. Cash is available, sir, but the problem is the supply. Cash is, I don't think. Cash is available. You said the problem is supply, and that is why all these steps have been taken. The situation is being constantly monitored several times during the day. It's not that every day only there is one review. It's a continuous process, and the measures which have been announced yesterday after the meeting chaired by the Honorable Prime Minister are basically measures in that direction. Lakshman. क्या कोई इस बात के आंकड़े हैं कि कितने एटीएम हैं जो वर्किंग में हैं और जो 24 घंटे तक पैसा डिस्पेंस करने की हालत में हैं? वो देखिए, टोटली जो है 2 लाख के आसपास एटीएम्स है, और उसमें से आप जो कह रहे हैं सही कह रहे हैं, कुछ एटीएम्स में शायद वो जो 100 रुपए का नोट जो दे रहे थे, 100 और 50 रुपए के नोट्स वो नहीं पहुंचे थे। लेकिन अभी उसका जो टास्क फोर्स है, वो टास्क फोर्स उनके मीटिंग आज या कल शुरू कर देंगे। वो एक डिटेल एक्शन प्लान बनाएंगे, फिर उसके बाद आपका जो नंबर आप मांग रहे हैं उसको हम दे पाएंगे। 1 by 1. 4-5 क्वेश्चन। One only 3-4. Supply may be a problem in the distant areas, but what we are experiencing is that certain branches in CP, Janpath also, like Yes Bank branch in Janpath, One at a time, please. ran out of cash day before yesterday at 5 o'clock in the evening. So what explains this situation at a time when the government is maintaining that there is enough cash in the system? You see, we are replenishing the cash as and when. Currently, please remember that only 100 rupee notes are dispensed through the ATMs. Each ATM carries 4 trays. Earlier, out of the 4, 3 trays carried 1000 rupee notes and 500 rupee notes. Those 3 trays have been emptied because the old notes have to be taken out. And in that place, new trays have to be installed. The hardware and the software will have to be recalibrated, tested and retested to ensure that there is no error or there is no mistake, money doesn't get jammed or more notes do not come, or when you are drawing a particular amount, you don't get the full cash. So only one tray is being used, and in one tray, there's a limited 100 rupee notes which is given, which gets exhausted. The banks are trying their best to replenish those in those trays. Therefore, the ATMs are getting exhausted. But it has been reported, subject to verification. All of you are in the field. But it has been reported that there are several cases where the same people are coming back again and again and adding to the queue. That is a difficulty which we have to deal with, and we have to discuss. One by one. Please, one question. Please, one question. Sir, आपने banking correspondence की बात की थी। Sorry? Mr. Jaitley said it will take about 2 to 3 weeks for the situation to get normal. PM is saying 50 days. Why is there such a conflicting? No, there is absolutely no conflict. The Honorable Prime Minister referred to the date of 30th December. That is the time limit given for, submission of old notes. The Prime Minister's reference was to that. The Finance Minister's reference was specifically relating to the ATMs alone. And as I mentioned, to expedite that and to compress that time schedule even further, to do it even much more expeditiously, this task force has been formed. 2 more questions. बैंकिंग कॉरेस्पॉन्डेंट्स की बात की थी, तो सर उसमें मैं ये समझना चाह रहा था कि जो बैंकिंग कॉरेस्पॉन्डेंट है वहाँ लोग सिर्फ 4000 रुपए बदलवा पाएंगे या अपने पुराने पैसे भी जमा करा पाएंगे? बैंकिंग कॉरेस्पॉन्डेंट जो है वहाँ पे आप पुराने पैसा जमा करवा सकते हैं अगर आपका अकाउंट हो, और दूसरी बात यह है कि जिसका अकाउंट है वो अकाउंट से वो ड्रॉ कर पाएंगे,
और मैं आपको ये भी कहना चाहूंगा कि हमारे फाइनेंस मिनिस्ट्री के 7 जॉइंट सेक्रेटरीज का एक टीम बनाई गई है और हर एक जॉइंट सेक्रेटरी को 4 या 5 स्टेट अलॉट किया गया है और हर एक जॉइंट सेक्रेटरी को 5 या 6 या 4 बैंक्स अलॉट किया गया है। लगातार सुबह से रात तक लगातार हमारे जो ऑफिसर्स हैं वो स्टेट्स के चीफ सेक्रेटरी के साथ, बैंक चेयरमैन के साथ लगातार उनके साथ वो टच में है और जहां जहां प्रॉब्लम है वहां पे डील कर रहे हैं। कल ये इंस्ट्रक्शंस दिया गया है, ये मैसेज दिया गया है स्टेट चीफ सेक्रेटरीज को और बैंकों को कि जिन जिन रूरल पॉकेट्स में अभी तक कैश सप्लाई सफिशिएंटली नहीं पहुंचा है, उस टाइप के जो रूरल पॉकेट्स है उसको आइडेंटिफाई करके वहां पे तुरंत बैंकिंग कॉरेस्पॉन्डेंट के द्वारा या मोबाइल बैंकिंग फैसिलिटीज के द्वारा वहां पे जल्द से जल्द कैश पहुंचा दिया जाए। और शादियों को लेके बहुत प्रॉब्लम आ रही है, हॉस्पिटल्स को लेके बहुत प्रॉब्लम आ रही है। आई थिंक आई कांट हियर एट दिस रेट, आई कांट हियर। आप थोड़ा रुक जाइए ना, आई विल कम टू यू, लेट हिम आस्क समथिंग फिर। In the business world, most of the money was unaccounted for, especially in the wholesale trade, mandis. We can't term it as black money, it can be unaccounted money. Now people who are doing business... Unaccounted money is black money. Might call it black money, but it is unaccounted money. People might not have, What is your question here? The business was... No, what is the question? Come to the question. Yeah. Ultimately, it will impact the supply chain. Businesses in wholesale market... No, what is the question? The question is that don't you think it will ultimately impact the supply chain, which will lead to inflation? You see, as has been stated on several occasions by the Honorable Prime Minister and the Honorable Finance Minister, in the medium term and in the long term, this is something which will cleanse our economy from the menace of black money, and it is positive for our growth outlook. It is positive for the economy as a whole. And with regard to the unaccounted money or with regard to the cash, let me also make it very clear. In India, every household keeps some cash for any urgent requirement. There are small businesses, vegetable vendors, small shops who also keep some amount of cash. And to ensure that they are not put to any inconvenience, already it has been announced that cash deposits up to 2.5 lakh rupees in banks will not be looked into or will not be referred to the income tax department. Only the higher deposits of cash will be referred to the income tax department, and so therefore such people have absolutely no reason to worry, no reason to have any concern. But ultimately, when you say unaccounted money, black money is nothing but unaccounted money. सवाल ये है कि काफी कुछ लोगों की शादियां, जिन घरों में शादियां हैं, उनके पास पैसा नहीं खर्च करने के लिए, ना उनको मिल पा रहा है। वो शादियां करें, अरेंजमेंट करें, लाइनों में लगे, एक प्रॉब्लम आ रही है, प्रैक्टिकल प्रॉब्लम है। ऐसे कैसे कुछ हॉस्पिटल्स में भी प्रॉब्लम आई है, जिनका इलाज होना था, इसका बच्चा मर गया है, पैसे ना होने की वजह से इलाज नहीं हो पाया टाइम पे, प्राइवेट हॉस्पिटल्स में ज्यादा दिक्कत आ रही है। तो इन ऐसे केसेस में क्या आप कर रहे हैं, शादी और इसी हॉस्पिटल्स के बारे में अगर आप कल के हमारे जो प्रेस रिलीज इशू की गई है उसमें अगर देखेंगे, जितना हद तक हो सके, टू दी एक्सटेंट पॉसिबल, क्योंकि बैंक का जो रिसोर्सेस और स्टाफ है वो बिल्कुल ओवर स्ट्रेस्ड है, जितना हद तक पॉसिबल है बैंकों को ये मैसेज दिया गया है कि हॉस्पिटल्स के पास वो मोबाइल बैंकिंग के फैसिलिटी थोड़ा, मतलब जितना हो सकता है वो पेशेंट्स के कन्वीनियंस के लिए वो मोबाइल बैंकिंग फैसिलिटी अवेलेबल करे। Because in spite of our expectations of initial disruption and in spite of your best efforts, it now seems like the government and the regulator have fallen woefully short. I mean, they did seem underprepared for the first one. You see, I mean, that is your opinion. I don't have to say anything about your opinion. Please remember that it's a huge task, and the day it was announced, the Honorable Prime Minister himself had made an appeal to the members of the public, to the citizens of this country, that in the initial days there will be some inconvenience, but in the long-term interest, in the larger interest of the country,
all of us should accept this, and the government is doing its best to improve the situation, and the situation is improving every day, hour by hour. It's our endeavor. The government will continue to do whatever is possible to ease the pressure, to ease the problem, as early as possible. And in that direction, all measures will be taken. And that's all I have to say. Thank you. Banks are closed today. Sir, banks are closed today. കേന്ദ്ര ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ആണ് അദ്ദേഹം നടത്തിയത്. രാജ്യത്ത് കടുത്ത പ്രതിസന്ധി, പണപ്രതിസന്ധി, വിനിമയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴും റിസർവ് ബാങ്കിന്റെ കൈവശം പണം ആവശ്യത്തിന് ഉണ്ട് എന്ന് പറയുകയാണ്. ATM പുനഃക്രമീകരണത്തിനായി പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. മൈക്രോ ATM സംവിധാനം നടപ്പാക്കുമെന്നും ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ പാനിക്കാകേണ്ടതില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. നമ്മോടൊപ്പം സായന്തന എന്ന 10ാം ക്ലാസ്സുകാരി വെട്ടത്തൂർ മലപ്പുറത്ത് നിന്നും എത്തിയിട്ടുണ്ട് സ്റ്റുഡിയോയിൽ. വാർത്താ ദിനത്തിൽ, ഇന്ന് ശിശുദിനമാണ്, ആ ദിനത്തിൽ വാർത്തകൾ വായിക്കാൻ, വാർത്തകൾ അവതരിപ്പിക്കാനാണ് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്നത് 6ാം ദിനത്തിലേക്കാണ്. നെട്ടോട്ടം ഓടുകയാണ് ജനങ്ങൾ. ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ കനത്ത ക്യൂ ആണ് ഇന്നും കാണുന്നത്. അതേസമയം പഴയ നോട്ടുകൾ 10 ദിവസം കൂടി അവശ്യ സർവീസുകൾക്ക് ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തു. ആശുപത്രികളിലും പെട്രോൾ പമ്പുകളിലും ഒക്കെ പഴയ നോട്ട് സ്വീകരിക്കും. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ തലസ്ഥാന നഗരിയിലടക്കം കടുത്ത പ്രതിസന്ധി നിലനിൽക്കുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സമീർ ചേരുന്നു. സമീർ, വാണിജ്യ നഗരത്തിൽ, ഒരുപക്ഷെ വ്യവസായ നഗരത്തിലൊക്കെ എങ്ങനെയാണ് നിർമ്മാണ മേഖലയിലടക്കം പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നത്? 6ാം ദിനത്തിൽ കാണുന്ന കാഴ്ചകൾ എങ്ങനെ കൊച്ചിയിൽ നിന്നും? വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചിയെ സംബന്ധിച്ചോളം വിവിധ വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകൾ ഏറെ എത്തുന്ന സ്ഥലം കൂടിയാണ് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി തുടങ്ങിയിട്ടുള്ള വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ്. ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലേക്കും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലേക്കും വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഈ നോട്ടിൻ്റെ നിയന്ത്രണം വന്നതിനെ തുടർന്ന് നിലനിൽക്കുന്നുണ്ട്. അത് വിവിധ മേഖലകളിൽ പ്രതിഫലിക്കുന്നു. നമുക്ക് രാവിലെ മുതൽ തന്നെ വിവിധ ബാങ്കുകളുടെ ATMകളിലും ബാങ്കുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള ക്യൂ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലാണ്. മാർക്കറ്റിലെ സാധാരണക്കാരായ കച്ചവടക്കാരെയൊക്കെ അത് ഏത് വിധത്തിലൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പോൾ ഇവിടെ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു ചേച്ചിയാണ് നമുക്കൊപ്പം ചെയ്യുന്നത്. എങ്ങനെയാണ് കച്ചവടമൊക്കെ? കച്ചവടം ഇപ്പം 4 ദിവസമായിട്ട് കുറവാണ്, തീരെ കുറവാണ്. ഇന്ന് നേരം വെളുപ്പിൽ 6 മണിക്ക് ഈ സമയം വരെ ഇരുന്നിട്ട് 3 ടിക്കറ്റാണ് വിട്ടത്. വരുന്നവർ മൊത്തം 1000-500 നോട്ടാണ് കൊണ്ടുവരുന്നത്. ഈ 1000-500 നോട്ട് കൊണ്ടുവന്നാൽ 50 രൂപയ്ക്ക് എങ്ങനെ മാറിക്കൊടുക്കും? അത് മാറിയില്ല, അവർ ഞങ്ങളെ പിണങ്ങിക്കൊണ്ട് പോവുക. കച്ചവടം തീരെ ഇല്ല, നറുക്കെടുപ്പില്ല. 4 ദിവസമായി ടിക്കറ്റ് നറുക്കെടുത്തിട്ട്. അപ്പം ഇന്നിപ്പോൾ കടയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറയാണ് ഇന്നൊരു ടിക്കറ്റ് നറുക്കെടുക്കുമെന്ന്. അപ്പോൾ ഈ 4 ദിവസത്തെ ടിക്കറ്റ് ആൾക്കാരിൽ പെൻഡിങ്ങിലിരിക്കുക. ആ ടിക്കറ്റ് എടുക്കാൻ നോക്കുക, അവർ ഇപ്പോൾ ഉള്ളത് എടുക്കാൻ നോക്കുക. വരുന്നവർ തിരിച്ചു വന്നു. ആകെ കച്ചവടക്കാരല്ല അർത്ഥത്തിൽ. നേരത്തെ ഈ നിയന്ത്രണം വരുന്നതിന് മുമ്പൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു, നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നത്തെയും കൂട്ടി 4 ദിവസം നറുക്കെടുത്തിട്ട്. ഇപ്പോൾ തിങ്കളാഴ്ച നറുക്കെടുപ്പെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. ഇനി എന്താണെന്നൊന്നും അറിഞ്ഞൂടാ ശരിക്കുള്ള വിവരം. ഇതാണ് കാശിൻ്റെ ക്ഷാമം. കടകളിൽ ചെന്ന് 500 നോട്ട് കൊണ്ടുപോയാലും കിട്ടുന്നില്ല. ഞാനൊരു 5-6 സ്ഥലത്ത് പോയി, കിട്ടിയില്ല. ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു മിനിങ്ങാന്ന് 4000 മാറി തന്നാൽ ഇപ്പം മാറി തരില്ലെന്ന്. അത് 4000 മിനിങ്ങാന്ന് മാറി തന്നിട്ട് 10 ടിക്കറ്റ് കൊടുത്തു സാറേ. ഇന്ന് മാറിക്കിട്ടില്ലെന്നും അത് ATM ബാങ്കിൽ കൊണ്ടിടാനാണ്. നമുക്ക് അങ്ങനെ വലിയ അക്കൗണ്ടും അത് ഇതൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും? അപ്പം ചില്ലറ കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ. നറുക്കെടുപ്പ് ഉണ്ടായില്ല, കച്ചവടം ഉള്ളത്. പൊതുവെ എറണാകുളം മാർക്കറ്റിൽ എല്ലാവർക്കും കച്ചവടം കുറവാണ്. ഇന്ന് എത്ര എണ്ണെങ്കിലും വിറ്റ് പോയോ? ഇന്ന് 3-4 വിറ്റിട്ടുണ്ട് ഇന്നത്തെ ടിക്കറ്റ്. ഇന്നത്തെ അല്ല, കാരുണ്യാണ് വിറ്റേക്കണത്. കാരുണ്യ കഴിഞ്ഞ ശനിയാഴ്ച എടുക്കേണ്ട ടിക്കറ്റാണ്, ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ കാരുണ്യ നേരത്തെ എല്ലാവരും സ്റ്റോക്ക് ചെയ്ത് കയ്യിൽ വെച്ചേക്കുക. അപ്പോൾ ഇന്നും കാരുണ്യ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ പറയാണ് കാരുണ്യ നറുക്കെടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് പറയണത്. ഇന്നത്തെ എടുത്തിട്ടില്ല, ഇന്നലത്തെ എടുത്തിട്ടില്ല, മിനിങ്ങാന്ന് എടുത്തിട്ടില്ല, 4-ാന്ന് എടുത്തിട്ടില്ല. 4 ദിവസത്തെ മുടക്കുണ്ട്. ഇത് ഒരു അവർ
വ്യാകുലപ്പെടുന്നത്. ഏതായാലും സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റ് പല മേഖലകളിലും ഉള്ളത്. നമുക്ക് ഇത്തരത്തിലുള്ള വിവിധ കച്ചവടക്കാർ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പലരോടും സംസാരിച്ചിരുന്നു. അവർക്കെല്ലാവർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഈ നോട്ട് നിയന്ത്രണം വന്ന ഒരു പശ്ചാത്തലത്തിൽ പലരും 1000ഉം 500ഉമായിട്ട് വരുമ്പോൾ തങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. സാധനങ്ങൾ കൊടുത്താൽ തന്നെ അതിനെ സമീർ, ATM-കളുടെയൊക്കെ സ്ഥിതി എങ്ങനെയാണ്? ATM-കളിൽ വാതുക്കൽ നീണ്ട ക്യൂ ഇപ്പോഴും കാണുന്നുണ്ടോ? പലരും ജോലിയൊക്കെ മാറ്റിവെച്ച് തന്നെ ATM-കളിലേക്ക് രാവിലെ പുലർച്ചെ തന്നെ എത്തുന്ന ഒരു സ്ഥിതിയാണ് മറ്റ് ഭാഗങ്ങളിൽ തിരുവനന്തപുരം അടക്കം കാണാൻ കഴിഞ്ഞത്. കൊച്ചിയിലെ സ്ഥിതി എങ്ങനെയാണ്? കൊച്ചിയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കൊച്ചിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു എന്നുള്ളത് കൊണ്ട് വലിയ ഒരു നിര തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരിയ ഒരു കുറവ് ഇന്ന് ATM-കളിലും അതോടൊപ്പം തന്നെ ബാങ്കുകളുടെ ശാഖകളിലുമെല്ലാം കുറവുണ്ട്. എന്നിരുന്നാൽ കൂടി വലിയ നിര തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ SBTയുടെ വിവിധ ബ്രാഞ്ചുകളിലാണ് നമ്മൾ പോയിരുന്നത്. അവിടങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് 10:30 വരെ അവരുടെ ATM-കളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. 10:30ക്ക് ശേഷമാണ് ഏതാനും ബാങ്കുകളുടെ ATM-കളിൽ പണം നിക്ഷേപിച്ചത്. ഇവിടങ്ങളിലൊക്കെ വലിയ നിര തന്നെയാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കുകളിൽ നിക്ഷേപിക്കാനും അതോടൊപ്പം തന്നെ ചില്ലറക്കും വേണ്ടി വന്നിരിക്കുന്ന ആളുകളുടെ നിര വലിയ രീതിയിൽ ഇപ്പോഴും ഉണ്ട്. അത് ആ ഒരു സ്ഥിതിവിശേഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായുള്ളതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലരും ഇന്നും ജോലിക്ക് പോകാതെ ചില്ലറ മാറാൻ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് പലർക്കും ഇന്നലെ പരമാവധി സമയം എത്ര നേരം നിന്നിട്ടാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇന്നലെ എല്ലാവരും എത്തിയിരുന്നത്. എന്നാൽ ഇന്ന് തിങ്കളാഴ്ചയാണ്, പലർക്കും ജോലിയുണ്ട്, ആ ജോലിക്കൊക്കെ പോകേണ്ടതുണ്ട്. എന്നാൽ ആ ജോലിക്ക് പോകുന്നതിലൂടെ കിട്ടുന്നതും അല്ലെങ്കിൽ സമ്പാദിച്ചാൽ പോലും അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല പലർക്കും എന്നുള്ളത് കൊണ്ടാണ് പലർക്കും 2000 രൂപയാണ് ബാങ്കിൽ നിന്ന് നേരിട്ട് ലഭ്യമായത്. ആ 2000 രൂപ അത് എങ്ങനെയാണ് വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന മേഖല കൂടിയാണ്. വിനോദസഞ്ചാര മേഖലയൊക്കെ തന്നെ സ്തംഭിച്ച അവസ്ഥ കാണുന്നുണ്ടോ? ഒപ്പം മറ്റ് മേഖലകളിലേക്ക് കൂടി വന്നാൽ വ്യവസായ മേഖലകളിലൊക്കെ ദൈനംദിനമായ മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. വിനോദസഞ്ചാര മേഖലയെ ഏത് രീതിയിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത്? പ്രജീഷ്, സ്വദേശികളും വിദേശികളുമായി ആയിരക്കണക്കിന് പേരെത്തുന്ന സ്ഥലമാണ് കൊച്ചി. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചരിത്ര പ്രാധാന്യമുള്ള മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി തുടങ്ങിയിട്ടുള്ള വിവിധ ഇടങ്ങൾ, അതോടൊപ്പം തന്നെ ഭൂതത്താൻകെട്ട്, ഇങ്ങനെ വിവിധ ഇടങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിലുള്ള സ്വകാര്യ അമ്യൂസ്മെൻറ്റ് പാർക്കുകളടക്കം നിരവധി ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന എറണാകുളം ജില്ല, പ്രത്യേകിച്ചും കൊച്ചി മധ്യത്തിലേക്ക് വരുമ്പോൾ തന്നെ കൊച്ചിയിൽ കേന്ദ്രീകൃതമായിട്ട് തന്നെ വിവിധ ടൂറിസം മേഖലകളുള്ള ഇടമാണ്. ഇവിടെ എത്തുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഈ നോട്ട് നിയന്ത്രണം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വിദേശികൾക്ക് പലർക്കും അവരുടെ കയ്യിലുള്ള പണം മാറ്റുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പണം ഏത് വിധത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഏത് വിധത്തിലാണ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ മാറാൻ കഴിയുന്നത് തുടങ്ങിയിട്ടുള്ള വലിയൊരു അവർക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു വിജ്ഞാനത്തിൻ്റെ കുറവും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സ്ഥിതിവിശേഷം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പലർക്കും കിട്ടിയ ഈ 2000 രൂപ അത് ചില്ലറയാക്കാനും കഴിയുന്നില്ല. മറ്റൊന്ന്, പുതിയ 500 നോട്ടുകൾ ഇറങ്ങി എന്ന് പറയുമ്പോഴും അതിപ്പോഴും ആരുടെയും കയ്യിൽ എത്തിയിട്ടില്ല, ATM-കളിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചരക്ക് നീക്കങ്ങളെല്ലാം തന്നെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. മാർക്കറ്റുകളിലേക്ക് എത്തുന്നവർക്ക് മടങ്ങിയെത്താം. ദില്ലിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. നമുക്കൊരു ഇടവേള അനിവാര്യമായി വന്നിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് ശിശുദിനത്തിൽ 10ാം ക്ലാസ്സുകാരി സായന്തന ഏറെ നേരം നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ട്. സായന്തനയുടെ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഏവരും. സായന്തനയിലേക്ക്. ഇന്ന് UDF യോഗം ചേരും. നോട്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായി നടത്തേണ്ട സമരങ്ങൾക്ക് യോഗം അന്തിമ രൂപം നൽകും. രാവിലെ 11 മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കന്റോൺമെന്റ് ഹൌസിലാണ് യോഗം ചേരുക.